ഒഴിപ്പാൻ. എന്താണ് സർവ്വലോകവും? ഒരു ജാതിയുടെ മാത്രമല്ല, ഒരു ഭാഷയുടെ മാത്രമല്ല, ഒരു രാജ്യത്തിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിപ്പാൻ കടന്നു വന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് കർത്താവ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പറയുവാൻ ഉള്ളത്. അതാണ് ഞങ്ങളുടെ സന്ദേശം, അതാണ് ഞങ്ങളുടെ സുവിശേഷം, അതാണ് നല്ല വാർത്തയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സുവിശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. ഈ സുവിശേഷമാണ് ഈ സ്ഥാനത്തേക്ക് നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുവാൻ പ്രേരണ തന്നത്. ഈ സുവിശേഷമാണ്. അതെ, ലോകം പാപത്തിൽ മൂടിക്കിടക്കുകയാണ്. അല്ല പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ ഞങ്ങളിൽ പാപമില്ല എന്ന്? ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകമാന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ലോകത്തിൽ പാർക്കുമ്പോൾ അവരോടൊപ്പമുള്ള ഒന്നാണ്, ഒരു സന്തത സഹചാരിയാണ് പാപം എന്നുള്ളത്. അതിന് മാറ്റം വരുന്നില്ല, നമ്മൾ വെറുക്കുവാൻ കഴിയുകയില്ല. ഈ പാപത്തോടുകൂടിയുള്ള മനുഷ്യന്റെ ജീവിതം എപ്രകാരം എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ജീവിതം നിങ്ങൾ യാത്ര ചെയ്യുന്നത് നരകത്തിലേക്കാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന് പരിശുദ്ധനായിരിക്കുന്ന ദൈവവുമായിട്ട് സമ്പർക്കം ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ പരിശുദ്ധനാണ്, നീതിമാനാണ്. ആ നീതിമാനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് കടന്നു പോകാൻ തക്കണം അവന്റെ അടുത്തേക്ക് ആ ഒരു സ്നേഹ സമ്പർക്കം പുലർത്തുവാൻ തക്കണം കഴിയുകയില്ല. നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു രസഗുള ഉണ്ടെന്ന് വെക്കുക. ആ ഞാനൊരു കുഷ്ഠരോഗിയാണെങ്കിൽ ആര് തന്നെ എന്റെ കയ്യിൽ നിന്ന് ആ രസഗുള വാങ്ങിച്ച് കഴിക്കുകയില്ല. രസഗുള നല്ലതാണ്, എന്നാൽ ഞാൻ കുഷ്ഠരോഗിയാണ്. ഈ കുഷ്ഠരോഗ സമാനമാണ് നമ്മൾ ഓരോരുത്തരും. നാം എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം രസഗുള നമ്മുടെ ദൈവത്തിന് കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നോക്കിയാലും നമ്മുടെ ദൈവം പ്രീതിപ്പെടുകയില്ല, നമ്മുടെ ദൈവം സന്തോഷിക്കില്ല. കാരണം ഞാനൊരു കുഷ്ഠരോഗിയാണ്, എന്റെ കരം കുഷ്ഠരോഗത്താൽ ബാധിക്കപ്പെട്ടതാണ്. എന്റെ കരത്തിൽ നിന്ന് ഞാൻ എന്തെന്ന് കൊടുക്കുന്നുവോ അതൊന്നും ദൈവത്തിന് സാധ്യമല്ല സ്വീകരിക്കുവാൻ തക്കണം. കാരണം നമ്മുടെ ദൈവം അത് നീതിമാനാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് പരിശുദ്ധിയിൽ കൂടി വേണം നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ തക്കണം. അത് എപ്രകാരം കഴിയും? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് ഒരു വ്യക്തി കടന്നു വന്നു, സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിപ്പാനായിട്ട് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു. പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല എങ്കിൽ ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്? ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് അസാധ്യമാണോ? പേരെ സാധ്യമാണ്. അതിനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴി എന്ന് പറയുന്നത്, നമുക്ക് ഇപ്രകാരം പാപത്തിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധരായിരിക്കുന്ന ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പാപത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കേണ്ടത് ആവശ്യമല്ലേ? പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി, അതായത് കർത്താവായ യേശു ക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നിരിക്കുവാൻ കടന്നു വന്ന ദൈവ കുഞ്ഞാടായിരിക്കുന്നു. ആ കുഞ്ഞാട് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുപര്യന്തം ഈ ചരിത്രത്തില് ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിന്റെ പാപത്തെ നിന്നിൽ നിന്ന് നീക്കുവാൻ വേണ്ടി, നിന്റെ പാപത്തെ ഒഴിപ്പിക്കുവാൻ വേണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ പ്രിയരെ? ഇല്ല, ആരുമേ ഇല്ല. എന്നാൽ ഒരുവൻ മാത്രം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേംപുരിയിൽ ജനിച്ചതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ പറഞ്ഞു, ഞാനിതാ വരുന്നു, ഞാൻ പരിശുദ്ധനാണ്. കാരണം ഞാൻ പുരുഷ സമ്പർക്കമില്ലാതെ ഞാൻ ജനിച്ചവനാണ്, ഞാൻ ദൈവത്താൽ ജനിച്ചവനാണ്, ഞാൻ പരിശുദ്ധനാണ്. എന്റെ രക്തം പരിശുദ്ധയുടെ രക്തമാണ്, പാപമംഗലമായിരിക്കുന്ന രക്തമല്ല. അതുകൊണ്ട് പരിശുദ്ധനായിരിക്കുന്ന എനിക്ക് പാപിയായിരിക്കുന്ന വ്യക്തിയെ വീണ്ടെടുക്കുവാൻ കൂടെ കഴിയും. എന്നാൽ ഒരു കാര്യം, നാം ചെയ്ത പാപത്തിന് ആരെ ശിക്ഷ അനുഭവിക്കും? ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന്റെ ഓമന കുമാരനായി കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. എന്നാൽ നമ്മുടെ പാപത്തിന് ശിക്ഷ ആര് വഹിക്കും? നാം ചെയ്ത പാപം. നാം എങ്ങനെയാണ് പാപിയായത്? വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യ മനുഷ്യനാൽ പാപം ഈ ലോകത്തിൽ കടന്നു വന്നു, ആദ്യ മനുഷ്യന്റെ പാപത്താൽ മരണം ഈ ലോകത്തിൽ കടന്നു വന്നു. അങ്ങനെ ആദ്യ മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന ലംഘനത്താൽ മനുഷ്യൻ പാപിയായി തീർന്നുവെങ്കിൽ ആ പാപിയായിരിക്കുന്ന മനുഷ്യന്റെ ശിക്ഷ ഒരുവനേറ്റേ മതിയാകുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പാപിയായിരിക്കുന്ന മനുഷ്യന്റെ ശിക്ഷ ഏൽക്കുവാൻ കൊണം ഈ ലോകത്തിൽ ഈ ചരിത്രത്തില് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അത് വഹിപ്പാൻ കൊണ്ട് കഴിയുമോ? നമ്മുടെ പാപത്തെ മാറ്റുവാൻ കൊണ്ട് കഴിയുമോ? പാപപങ്കിലമായിരിക്കും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കൊണം ആർക്കെങ്കിലും കഴിയുമോ?
അനേക ഗുരുക്കൾ കടന്നു വന്നിട്ടുണ്ട്, അനേക മത നേതാക്കന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, അതിൽ അനേക രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും അടുത്ത് വന്നിട്ട് ചില താൽക്കാലികമായിരിക്കുന്ന ശാരീരിക